Q Developers, ഉപ്പും മുളകും. ഹലോ, പറയടി. ഞാൻ അതൊക്കെ അറിഞ്ഞായിരുന്നു. അല്ല, എന്നാലും അവൾക്ക് എന്താ പറ്റിയ ആതിര? അല്ല, പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ പോലെയായിപ്പോയി. നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഓക്കെ. ഇല്ല, എൻ്റെ അടുത്ത് നമ്മുടെ സ്കൂളിലെ സയൻസ് ബാച്ചിലെ കൊച്ചില്ലേ, അവളെ വിളിച്ചു പറഞ്ഞേ. എടി, എനിക്ക് വേറൊരു കോൾ വന്നെ, ഞാൻ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി. ചേച്ചിക്ക് ഇപ്പം വേറെ ഏതോ കോൾ വരുന്നെന്ന് പറഞ്ഞല്ലേ ചേച്ചി ഇപ്പൊ വെച്ചേ ഫോൺ? അത് ഞാൻ കള്ളം പറഞ്ഞതാ, അല്ലെങ്കിൽ അവൾ വിളിച്ച് കത്തി പറഞ്ഞോണ്ടിരിക്കുന്നേ. ചേച്ചി ആരാ വിളിച്ചേ? ആതിര. സാധാരണ ചേച്ചി അങ്ങോട്ടാണല്ലോ വിളിച്ച് കത്തി വെക്കാറ്, ഇപ്പൊ നേരെ തിരിച്ചു. പോടാ, കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട്. എന്താ ചേച്ചി പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പറയുന്നേ, എന്താ പ്രശ്നം? പറ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ നിനക്ക് എന്താ കുഴപ്പം? ഓഹോ, കുഴപ്പമില്ല, എന്തൊക്കെയോ തിരുമലകൾ നടക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്ക്. എന്താ നട രണ്ടും കൂടി തർക്കം? ഒന്നുമില്ല അമ്മൂമ്മേ. ഒന്നും ഇല്ലെന്നൊന്നുമല്ല എൻ്റെ അമ്മൂമ്മേ. ഇല്ല, ചേച്ചി എന്തോ വിഷയമുണ്ട്, ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണം, പറയാനില്ല. എന്താ മോളെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഇവൻ ചുമ്മാ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയുന്ന. നീ അടുക്കളയിലേക്ക് അല്ലേ ഈ ഫോണും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ. ചെല്ലേ, വേഗം ചെല്ലേ. ഞാൻ പോവാം. ചെല്ലാതെ ഇവിടെ ഇരുന്നാ പോരാ, ചെല്ലണം. ചെല്ലി. എനിക്ക് പോവാൻ അറിയാം. ഓ, ഇനി രണ്ടും കൂടി അതും പറഞ്ഞു വറക്കുണ്ടാക്കണ്ട. ചെല്ലു മോളെ, നീ ചെല്ല്. ചെന്നിട്ട് അമ്മയെ ശല്യപ്പെടുത്തു കേട്ടാ. ഇതിന്റെയൊക്കെ ഒരു കാര്യം എന്റെ പൊന്നോ. അമ്മ, രച്ചു, ആ ഫ്രിഡ്ജിനകത്തേ ചിരണ്ടി തേങ്ങയിരിപ്പുണ്ട്, ഇങ്ങെടുത്തുണ്ടോ? ആടി പറ. അതെനിക്കെങ്ങനെ അറിയാവുന്നേ? നീ വെച്ചിട്ടൊന്ന് പോയേ. ശരി. ഡേ, എന്താ ഞാൻ പറഞ്ഞ? തേങ്ങ എടുക്കാൻ. എന്തെടുക്കാത്ത? അമ്മ പിടിച്ചില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ കരുതി അമ്മ പിടിച്ചെന്ന്. വേറെ തേങ്ങയുണ്ടോ? ഇറങ്ങി പോടി ഇവിടുന്ന്. വേണമെങ്കിൽ ഞാൻ ചിരക്കി തരാമേ. വേണമെങ്കിൽ ചെന്നി തരാം. എന്തെങ്കിലും നീ വേണമെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടോ ഇവിടെ? എന്തിനാ മോളെ രാവിലെ വഴക്കുറയുന്നത്? നോക്കാച്ചാ, കാണിച്ചു വെച്ചേണേ. ഉള്ള തേങ്ങയാ, തൂത്ത് കളയടി. അവള് തൂത്ത് വാരിക്കോളും. മോളെ, പാലും എങ്ങോട്ടാ രാവിലെ അങ്ങ് പോയത്? അതൊന്നും പറയണ്ടച്ചാ, ഇരയായിട്ടൊരു സ്വഭാവമാണ്. രാവിലെ എണീക്കുമ്പോൾ പറയും എനിക്ക് നെയ്യാറ്റിങ്ങനെ പോയാൽ ഒന്ന് കൊള്ളാന്ന് പറയും. ഒരു 10-10:30 റെഡിയായി നിൽക്കണാണ് പോവാനായിട്ട്. അമ്മേ, പിന്നെ ഒറ്റ പോക്ക. അമ്മേ, അതച്ഛന് നേറ്റിങ്ങിൽ അപ്പൂപ്പനെയും അപ്പൂമ്മയും കാണാൻ തോന്നുമ്പോൾ പോണല്ലോ. നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും വരുന്നവര് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നേറ്റിങ്ങിൽ അപ്പൂപ്പനും അമ്മൂമ്മയും കൊണ്ട് വരാൻ പറ്റൂ? കണ്ടാച്ചാ തൂക്കാൻ പറഞ്ഞിട്ടിട്ടും പോയത്. ഓട്ടടി, നീ ചോദ്യം കിടക്കുക, ഞാൻ തൂത്ത് വരാം. എന്തോന്നാ ചെയ്ത്? അതെന്താടി, ഞാൻ തൂത്താ കൊള്ളത്തില്ല. വേണ്ട, ഞാൻ തൂത്തോളാച്ചാ. എന്നാ നീ തന്നെ തൂത്ത് വരാം. അമ്മേ, നമ്മുടെ ലച്ചേച്ചിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഹലോ, ലക്ഷ്മി, ഇതാരാ? നയനയുടെ അങ്കിളോ? എന്താ അങ്കിളെ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അങ്കിള്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ സത്യം പറഞ്ഞാ. ഇല്ല, കാര്യമായിട്ടും. അങ്കിളൊന്ന് ഹോൾഡ് ചെയ്യോ? അപ്പൂപ്പ, എന്താ മോനെ? ലച്ചേച്ചി സംസാരിക്കുന്ന അപ്പൂപ്പൻ കേട്ടായിരുന്നോ? ഏതാണ്ടൊക്കെ കേട്ടു. അപ്പൂപ്പ, ഞാൻ രാവിലെ വേണ്ടി ശ്രദ്ധിക്കുക. ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ചേച്ചി എന്തോ ഒരു പ്രശ്നത്തിൽ കുരുങ്ങി നിൽക്കുവോ? നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ചേച്ചിയോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്താ പ്രശ്നമെന്ന്? ഞാൻ ചോദിച്ചായിരുന്നു അപ്പൂപ്പ, പറയണ്ടേ? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, അവൾ അവിടെ കൂട്ടുകാരിയോട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുമായിരിക്കും. അതിന് ഇത്ര കാര്യം എന്തുവാ? എൻ്റെ അമ്മൂമ്മ അങ്ങനൊന്നും അല്ല. പിന്നെ ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റിയ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്താന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്നും അല്ല ഇപ്പം സംസാരിച്ചത്. പിന്നെ ഏതോ ഒരു അങ്കിളിൻ്റെ അടുത്താണ് സംസാരിച്ചത്.
അങ്കിളാ? ആ ആരുടെ അങ്കിള്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ എന്താ പ്രശ്നം? എൻ്റെ അമ്മേ ലച്ചേച്ചി എന്തോ ഒരു പ്രോബ്ലം ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്ത് പ്രോബ്ലം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ രാവിലെ ഒരു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ലച്ചേച്ചി പുറത്തോട്ട് പോയിട്ടുണ്ട് ഒരു ഫോൺ വന്നപ്പോൾ. ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞാ. വേണ്ട വേണ്ട, നീ വിളിക്കണ്ട. അവൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല. നീ ചെന്ന് സംസാരിച്ച് ഇനി പ്രോബ്ലം ആക്കാണ്ടിരുന്നാ മതി. അത് ശരിയാ, വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ അത് നിനക്ക് അറിയാം, എന്നിട്ടായി കിടന്ന് വായിട്ടലിക്കുന്നത്. ഞാൻ എങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാറില്ലല്ലോ. അയ്യോ, ആവശ്യമില്ലാത്തതൊന്നും പറയാത്ത ഒരാള്. ദേ, രാവിലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ അങ്ങ് സംശയമാണ്. അത് നിങ്ങളുടെ ഒരു ശീലമായിപ്പോയി. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. പോ. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. അപ്പൂപ്പ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്ന കേസല്ല. അപ്പം വിട്ടേക്ക് അപ്പൂപ്പ, ഒന്നും ശരിയാൻ പോകുന്നില്ല. ഡാ പോടാ അപ്പത്ത്, പോടാ. ഞാൻ പോകുന്നു. ആവൻ പറഞ്ഞു അതിന് ശരി. ശരി. ദേ, പിള്ളേരെ ഇങ്ങനെ അങ്ങ് കഴിച്ചു വിടരുത്, വഷളായി പോകും. പറഞ്ഞേക്കാം. അമ്മേ എന്താ? ഒന്നും മിണ്ടാതിരി. പൊടി വേണേ അവിടുന്ന്. ആ ശരിയാവില്ല, ചച്ചൻ പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ലേ അവളെ, അവളിങ്ങനെ വായിട്ടലച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അടുത്ത് വായിട്ട് അയച്ചില്ലെങ്കിലാ കുഴപ്പം. ഒന്നും എൻ്റെ അടുത്ത് പോയേച്ചാ മതി. ഹലോ ആൻറ്റി, ആൻറ്റി സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല ആൻറ്റി അവളവിടെ പോയിന്ന്. ആൻറ്റി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഇന്നലെ അവളെ മീറ്റ് ചെയ്തെന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല. ആൻറ്റി ഞാൻ എന്തിനാ ആൻറ്റി കള്ളം പറയുന്നേ? എൻ്റെ പൊന്നെ ആൻറ്റി ഒന്ന് വിശ്വസിക്ക്. അയ്യോ വീട്ടിലറിഞ്ഞ പ്രശ്നമാ ആൻറ്റി. ഹലോ ഹലോ ഡേ ചേച്ചി, എന്ത് പ്രശ്നം? പ്രശ്നം എന്ന് വെച്ചാൽ പറയാന്ന്. ഞാൻ അടുത്ത് പറയാതിരുന്നാ പോരെ, പറ. ആടുത്തും പറയില്ലെന്ന് ഉറപ്പാണോ? കത്തായിട്ട് ഞാൻ അടുത്തും പറയട്ടെ, പറ. എടാ എൻ്റെ ഫ്രണ്ടില്ലേ നയന, നയനി? ആ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് നയൻ ചേച്ചി. ആ ആ അവളെ കാണാനില്ല. കാണാനില്ലേ? ആ ചേച്ചി അവിടെ പോയി? അറിയില്ലടാ, ഇന്നലെ 10 മണിക്ക് ഞാൻ അവളെ കണ്ടായിരുന്നു. പിന്നെ അവളെ എവിടെ പോകുന്നു ആർക്കും അറിയാൻ പാടില്ല. അവളെവിടെ പോകുന്നു എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതിപ്പം അവളുടെ വീട്ടുകാർ മൊത്തം എന്നെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവളവിടെ പോയിന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ അവർ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന പറയണേ. അപ്പൊ ചേച്ചി പോലീസ് കൊണ്ടുവരൂ? പേടിപ്പിക്കാത്ത പോടാ. ചേച്ചി സത്യം പറഞ്ഞ തടി ഊരുന്നല്ലേ നല്ലത്. എടാ ഞാൻ എന്ത് സത്യം പറയാനാ? അവൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അവൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ചേച്ചി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ മീറ്റ് ചെയ്തില്ലേ? അപ്പൊ എന്തായാലും ചേച്ചി ഇത് പറഞ്ഞ് കാണണമല്ലോ. എടാ എൻ്റെ അടുത്തൊന്നും ഡാ നീ ഇങ്ങനെ സംസാരിച്ച് കളയുന്ന പോയി പഠിക്കേർക്കാ. ഞങ്ങൾ പഠിക്കണ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. അവന് കുറെ പഠിക്കാനുണ്ട്, അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്നാ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടൂടെ? ഇങ്ങനെ സംസാരിച്ച സമയം കളയണോ? ഇല്ല ഞാൻ ഹെൽപ്പ് ചെയ്യാം. വായിച്ചി ഹെൽപ്പ് ചെയ്. ചെല്ലി ഞാൻ വരാം. എടാ നീ പോയിരുന്നു പഠിക്ക്. ചെല്ലമ്മ. പോയാ എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചേച്ചി എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പോലീസ് എപ്പോൾ ആണെങ്കിലും ഈ വീട്ടിൽ കയറി വരാം. സത്യം. ഞാൻ നാട് വിടട്ടെ എന്നാ. വട്ടണേ ചേച്ചി, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടാ. ആ ഞാൻ എന്ത് ചെയ്യാനാണ്? ചേച്ചി വിട്ടിട്ട് ചേച്ചി എല്ലാത്തിനും പരിഹാരം കാണും. സത്യമായിട്ടും പ്ലീസ് ആരോടും ആർക്കും പറയത്തില്ല, സത്യം പോരെ? ഉറപ്പാണ്. പിന്നെ പോയി ചോടി, ഞാൻ പറയൂല. അവളെ എവിടെ പോകുന്നു ഒരു പിടുത്തമില്ലല്ലോ. ഇല്ല. കപ്പയെല്ലാം പിഴുതു മാറ്റിയോണ്ടേ നാട്ടുകാരെല്ലാം ചോദിച്ചു തുടങ്ങി റബ്ബർ വെക്കാനാണോന്ന്. റബ്ബറേ, എന്നിട്ട് വേണം ചുറ്റുപാടത്തുള്ള കൃഷി മുഴുവൻ നശിക്കാൻ. ഈ റബ്ബർ വന്നതോടുകൂടി നാടിൻ്റെ സൗന്ദര്യവും പോയി, കൃഷി നശിച്ചു. നേരത്തെ കുറച്ച് റബ്ബർ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ കുറേ കാശുണ്ടാക്കായിരുന്നു. കുറേ കാശുണ്ടായിട്ട് എന്താടി കാര്യം? ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊരു സന്തോഷം കൂടെ വേണ്ടായോ? സന്തോഷം കൂടുമ്പോഴേ കാശ് കുറയും. നിനക്കിപ്പോൾ എന്തിനാടി കാശ്? കാശിന് എന്താ ആവശ്യമില്ലാത്തത്? എനിക്ക് കാശൊന്നും വേണ്ട. ഞാൻ ഇഷ്ടം പോലെ കാശുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ ഇവിടെ 3-4 വളർന്നു വരുന്നുണ്ട്. അപ്പോഴേ കാശിന്റെ ചെലവ് പറയുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള വസ്തു അങ്ങ് പടവലത്ത് കിടപ്പുണ്ട്. എന്താ വെച്ചാ? എൻ്റെ പൊന്നു മോളെ, ഇവക്കിപ്പോൾ പടവലത്ത് മുഴുവനേ റബ്ബർ വെക്കണമെന്ന്. അയ്യേ റബ്ബറാ? അവിടെ ചുറ്റുള്ള എല്ലാ വീട്ടിലും റബ്ബർ തന്നെ. ഇനി നമ്മളെ വീട്ടിലും കൊണ്ട് റബ്ബർ വെക്കാനാ? അതൊന്നും വേണ്ടച്ചാ. അടേ, നമ്മളെ കത്തിക്കാൻ ആവശ്യത്തിനുള്ള മാവ് അവിടെ ഇല്ലേ ഇപ്പോൾ? മതി മതി മതി, ആ ചർച്ചയിലേക്ക് ഇനി പോവണ്ട. വിട് വിട്. ലച്ചു, കേശുവേ, എന്താ എന്തെടുക്കാണ്? എന്തെടുക്കാ?
അല്ല ഞങ്ങൾ പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുമായിരുന്നു. എന്തേ തയ്യാറെടുപ്പ് എന്തിനാ? പഠിച്ചാ പോരെ? പഠിക്കാം. എന്നാ പഠിക്ക്. പഠിക്കാമേ. എന്തിനും ഏതിനും അവൻ്റെ മറുപടിയുണ്ട്. അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ. തുടങ്ങി. ഏക എവിടെ വന്നാലേ അവനെ രണ്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഞാൻ പറയുന്നതാണോ കുറ്റം? അല്ലെങ്കിൽ ഞാനെന്തിനല്ല കുറ്റം പറയുന്നത്? എനിക്ക് 1000 കുറ്റമാണ്. ഞാനെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? കുറേ വൈകിട്ടാണെങ്കിലും സ്വയം തിരിച്ചറിവുണ്ടായല്ലോ, അത് മതി. കേശു, ലച്ചു, അമ്മ ഒരു 10 മിനിറ്റ് പഠിച്ചോളാം. 10 മിനിറ്റ് പഠിച്ചോളാം. ഓക്കെ. രണ്ടും കൂടി എന്തോ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. എന്തോ ഉണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. അമ്മൂമ്മേ, അപ്പൂപ്പ. അമ്മൂമ്മ, അപ്പൂപ്പ, അപ്പൂപ്പ, അമ്മൂമ്മേ, അമ്മൂമ്മ, അപ്പൂപ്പ, അമ്മൂമ്മ, പപ്പപ്പ, ഓ, കാന്താരി എത്തിയോ? ഓ, ഞാൻ ഉറങ്ങി വരികയായിരുന്നു. എന്തിനാ നീ കിടന്ന് നിലവിളിക്കുന്നേ? പോയി കിടന്നുറങ്ങു. എൻ്റെ ഉറക്കമൊക്കെ പോയി. ഓ, അല്ല, നീ എന്താ ഡ്രോയിങ് ക്ലാസ്സിനല്ലേ പോയത്? അതെ, ഡ്രോയിങ് ക്ലാസ്സിനാ പോയെ. എന്നിട്ട് ഓടി ഒറ്റയ്ക്കിങ്ങ് പോന്നു? ഇവിടുന്ന് അടുത്തല്ലേ, ഞാൻ ഓടി വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. ഞാൻ ഓടിപ്പോരും. വഴി പട്ടിയൊന്നും ഇല്ലാത്ത ഭാഗ്യം. ഉണ്ടായിരുന്നെ കടിച്ചു തൂക്കി എടുത്തോട്ടങ്ങ് പോയേനെ. എനിക്ക് ഇത്തിരികളും ധൈര്യം ഉണ്ട്, അത് ഇല്ലാതാക്കലേട്ടോ. ഓ, പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിന്റെ ധൈര്യം ഇല്ലാതാവോ? ഓ, ഡി നീ വിട്ടിരുന്നേ. എന്ത് ഇരിയടി കൂട്ടി? എന്ത് കാര്യം? ടീ നമ്മുടെ ലച്ചേച്ചി അന്വേഷിച്ച് എപ്പോ ആണെങ്കിലും പോലീസ് ഇങ്ങോട്ട് വരും. അതെനിക്ക് പണ്ടറിയായിരുന്നു. കുറച്ച് വൈകി പോയി, അത്രേ ഉള്ളൂ. തമാശ കേട്ടോ, പയ്യെ സംസാരിക്കും. ഞാൻ സത്യം പറഞ്ഞപ്പോ കാര്യം എന്താ? പ്രശ്നം എന്താ അവിടുത്തെ? നീ അടുത്തും പറയൂലേ? പറയൂലല്ലോ. കാര്യം അറിയാം, ഞാൻ എന്തോന്ന് പറയാനാ. എടി, നമ്മുടെ ലച്ചു ചേച്ചിയുടെ ഫ്രണ്ടില്ലേ നയന ചേച്ചി, ആ ചേച്ചി വേറൊരാളുടെ കൂടെ ഒളിച്ചെടുപ്പി. ആരുടെ കൂടെ വിളിച്ചോട് പോയി? പോയില്ലേ? എൻ്റെ ചേച്ചി മിക്കവാറും അതായിരിക്കും. അതെ, അങ്ങനെയൊന്നും ഉറപ്പിക്കല്ല ഏട്ടാ. അങ്ങനെയൊന്നും ആവുമൊന്നുമില്ല. പിന്നെ ചേച്ചി അതൊന്നും കണ്ട് പഠിക്കില്ല കേട്ടാ. ഒന്നാമത്തെ ചേച്ചി കുറച്ച് അനുകരണാശീലം കൂടുതലാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? നയന ചേച്ചി പോയേന് എന്തിനാ ഇവിടെ പോലീസ് പറഞ്ഞ? എടി, ഇന്നലെ ആണെങ്കിൽ നയന ചേച്ചിയും നമ്മുടെ ലച്ചേച്ചിയും നമ്മളൊന്ന് മീറ്റ് ചെയ്ത്, എന്നിട്ടാണ് നയന ചേച്ചിയെ കാണാതായത്. പണി പോലെ. ആഹാ, അപ്പൂപ്പന്റെ പൊന്നുപോളേക്ക് എത്തിയോ? ഓ, എത്തിയപ്പാ. വന്നിട്ട് പോലെ കഴിച്ചോ? ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ലേ? എങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ടാ ഓടുന്നത്? അപ്പൂപ്പ, അത് ഞാൻ പുറത്തോട്ട് പോണു. പുറത്തോട്ട് പോകുന്നു? വല്ലതും കഴിച്ചിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കാം. പഠിച്ചോളൂ അപ്പൂപ്പ. കഴിയുന്നില്ലേ? ഞാൻ പഠിച്ചോളൂ. അപ്പൂപ്പൻ ചെന്നോ? നീ പഠിക്കണ്ട, വല്ല കഴിക്കാതി. ഓ, കഴിച്ചോളൂ. ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഓ, ഇപ്പൊ വന്ന ഉടനെ കഴിക്കാൻ പറ്റിയല്ലേ? അതന്നെ. അപ്പൂപ്പൻ ചെന്നോ? ഓ, ശരി. ശിവ, നമ്മൾ 3 പേരല്ലാതെ വേറെ ആർക്കും അറിയില്ല കേട്ടാ. അത് ഞാൻ ആരോടും പറയില്ല, അത് ചേച്ചി പഠിക്കണ്ട. പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിച്ച സത്യം പറയോ? എന്ത് കാര്യം? എന്ത് കാര്യം ചോദിച്ചാലും സത്യം പറയാവൂ. എടി, നീ ചോദിക്ക്. ധൈര്യമായിട്ട് പറ, സത്യം പറയണം. എവിടെ നയന ചേച്ചി ഇപ്പൊ എവിടെ ഉണ്ട്? എൻ്റെ തലയിൽ കയറി പൊടിയാത്ത്. നയന ചേച്ചി എവിടെ ഉണ്ട്? അടഞ്ഞോ ഇങ്ങോട്ട് പോരെ. എന്തേ? ചേച്ചിയുടെ കൂടെ വരാൻ പറഞ്ഞു. എന്തേ? അതിന് ടെൻഷൻ കാരണം വിളിച്ചു വരുത്തിയതാ. അല്ല, അവനെവിടെ പോയി? അവനെ ആരെങ്കിലും പോലീസൊക്കെ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. എന്തേ? പുറത്താരും വന്നിട്ടില്ല. എടാ, അപ്പൂപ്പൻ പുറത്തേക്കല്ലേ പോയേക്കണേ. അപ്പൂപ്പന്റെ മുമ്പേ വെച്ച് നീ അവിടെ പോയി നിന്നേ. യോ, പറയാൻ പറ്റില്ലേ, ചേച്ചിയുടെ കാര്യം ആയതുകൊണ്ടേ. ഈ നയൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എടാ, അവൾ അത്ര നല്ല കൊച്ചാടാ. ചേച്ചി, ഇന്നലെ നയന ചേച്ചിയുടെ മനസ്സിന് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ചേച്ചി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവളൊന്നും അങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല. ചേച്ചി അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം കേട്ടാ. പക്ഷെ ഇന്നലെ അവളെന്നെ കണ്ടപ്പോഴേ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് എന്നെ പറഞ്ഞായിരുന്നു.
ഇന്നലെ അവളെ കണ്ടതാ പണിയായിപ്പോയെ. എൻ്റെ ചേച്ചി ഇത് സംഭവം അഫയർ തന്നെയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് സ്നേഹം എന്ന് പറയും, അപ്പോഴത്തേക്കും വീട്ടുകാർ ഉപേക്ഷിച്ച് ഇറങ്ങിക്കോളും. ഓരോരോ കാര്യങ്ങളെ ലോകം മൊത്തം കണ്ട പോലെ അവളുടെ സംസാരം. അല്ലെങ്കിലും പണ്ടേ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടുണ്ടല്ലോ. ചേച്ചി ഫോൺ എടുക്കണില്ല. എടുക്കണോ? എടുത്തോ, എടുക്കാതിരുന്ന പ്രശ്നം. ചേച്ചി എടുക്കുക. പക്ഷെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ മതിയായിരുന്നു. ആ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും പണിയാണ്. ചേച്ചി എടുക്ക്. ഇവിടെ പേടിയായിട്ട് എടുക്കാൻ. എടുക്കെടുക്കാം. ഹലോ, അതെ ലക്ഷ്മി ബാലൻ തമ്പി, ഏതാരാ? നേനയുടെ ചിറ്റപ്പനാ. എന്റെ പൊന്ന അങ്കിള്, സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലേ. ഇന്നലെ കണ്ടു, സംസാരിച്ചു. അവള് വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, വേറെ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പ്ലീസ് വീട്ടിലോട്ട് പോലീസിനൊന്നും കൊണ്ടുവരാം. ഒന്നാമത് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്കിള് ഒന്ന് പറയണം, മനസ്സിലാക്ക്. അങ്കിള് ഞാൻ വിളിക്കാം. ആരല്ലച്ചു? ആരാന്ന്? അത് നയനയുടെ ചിറ്റപ്പൻ. നയനയുടെ ചിറ്റപ്പൻ എന്തിനാ നിന്നെ വിളിക്കണേ? അമ്മ, നയന ചേച്ചി മിസ്സിങ് അത്ര. അമ്മ ഇന്നലെ നമ്മുടെ ലച്ചു ചേച്ചി നയന ചേച്ചിയുമായിട്ടൊന്ന് മീറ്റ് ചെയ്ത്, എന്നിട്ടാണ് നയന ചേച്ചി മിസ്സിങ് ആയത്. നയന ചേച്ചിയുടെ ബന്ധുക്കൾ പറയുന്നത് ഇപ്പൊ നയന ചേച്ചി എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാമോ? ലച്ചു, എൻ്റെ അമ്മ, സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇന്നലെ 10 മണിയായപ്പോൾ ഞാൻ അവളെ കണ്ടു. വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് അവളങ്ങ് പോയി. വേറെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല അമ്മ. സത്യമാണോ? ഇപ്പൊ അവര് പറയുന്നത് ഇങ്ങോട്ട് പോലീസായിട്ട് വരുന്നാ. നിനക്കൊന്നും അറിയില്ല എന്നുള്ളത് സത്യമാണല്ലോ. അമ്മ, ഞാൻ കൊറേ നേരം പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ മാറ്റി പറയരുത് കേട്ടാ. അമ്മ ഇല്ലമ്മ. ആ ഫോൺ എടുത്ത് ഇപ്പൊ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിക്ക്. എന്തിന് തിരിച്ചു വിളിക്കുന്നേ? ഹലോ, ഞാൻ ലക്ഷ്മിയും ബാലചന്ദ്രമ്മയുടെ മദറാണേ. നയനയുടെ ചിറ്റപ്പനല്ലേ? നിങ്ങളെ കുട്ടിയെ കാണാതെ പോയതിന് എൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ പോലീസിനെ വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കുട്ടി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ ചുമതലയാ. എന്തോന്ന്? അതെ, സംസാരിക്കുന്നതിന് കുറച്ച് മര്യാദയൊക്കെ വേണം. ആദ്യം നയനയുടെ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് കുട്ടി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. പോലീസിനെ വിളിക്കുമെന്നോ? പോലീസിനെ, പട്ടാളത്തിനെ, എന്തിനെ വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ അഡ്രസ്സും പറഞ്ഞുതരാം ഇവിടുത്തെ. മൂലേപ്പാണ റോഡിൽ പാറമ്മയുടെ വീട് വന്നാൽ മതി. വിട്ടോ, ഒരു കുഴപ്പമില്ല. ശരി എന്നാ. പേടിയാണമ്മ. എന്തിനു പേടിക്കണം? അവള് നിന്റെ കൂട്ടുകാരിയായി പോയത് നിന്റെ ഒരു ക്രിമിനൽ കുറ്റമാണോ? ആണോന്ന്? അല്ല, പക്ഷെ അവര് വരട്ടെ, പോലീസിനെ നമുക്ക് നോക്കാം. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നീ പഠിക്ക്. അല്ല, പഠിക്കണ്ട. ചേച്ചി കണ്ട എത്ര സിമ്പിൾ ആയിട്ടാ ഹാൻഡിലായിട്ട് പോയെ. ഇത്ര ഉള്ളു കേസ്. പക്ഷെ എന്നാൽ ഈ നയനത് എവിടെ പോയതാണോ എന്തോ. Selfish visiting each I have and has an eyeball which fits in the socket in the skull. എടാ കേശു, ചേച്ചി ഇതിപ്പോ ആരൊക്കെ വരുമെന്ന് പറഞ്ഞില്ല, എന്നിട്ട് അവിടെ കാണാനില്ല. ഒന്ന് പോടി വിടും. നീ ഒന്നും മിണ്ടാതിരിക്കേ, ഇത് പഠിക്കേ. അമ്മോട് ഇത് കണ്ടോണ്ട് വന്നാൽ പിന്നെ തീർന്നു. The eye has different parts. The cornea. അമ്മേ, ചേച്ചി ആരെ വിളിക്കണേ? നയനയുടെ ചിറ്റപ്പൻ. അമ്മേ, നയനയുടെ ചിറ്റപ്പൻ വിളിക്കുന്നു. ഉണ്ടോ? എന്താടി വെച്ചേ? ഉണ്ടമ്മ, ഇപ്പൊ പറയാം. ഹലോ, നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? എന്തേ പോലീസിനെ കൊണ്ടുവരില്ലേ ഇങ്ങോട്ട്? അത് ശരി. എന്തായാലും നന്നായി. അതാണോ? ശരി. ഓക്കെ. എന്താ നയന വന്നില്ല. നയനയുടെ കസിൻ്റെ വീട്ടിലുണ്ടെന്ന്. അവള് അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് കസിൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് കസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കള്ളം പറഞ്ഞിരിക്കണേ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ വന്നേന്ന്. എങ്ങനെയുണ്ട്? ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയ വീട്ടുകാർ കഷ്ടത്തിലായത് തന്നെ. പൊന്നമ്മ എപ്പോഴൊന്ന് സമാധാനമായത്. അല്ലെങ്കിൽ അവള് വേറെ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നന്നായിട്ട് അറിയാമെന്ന്. കാരണം അത്ര നല്ല വെച്ചാ. നല്ല കുട്ടിയൊന്നും അല്ല. വീട്ടുകാർ തുമ്മി ഉടനെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്ന നല്ല കുട്ടിയാ? അത് ചീത്ത സ്വഭാവ. അത് വെച്ച് നോക്കുമ്പോ എന്നെയൊക്കെ സമ്മതിക്കണം. ഞാൻ ഈ വീട്ടിൽ കിടന്ന് എന്തോ ഒരു അടിയും ചെയ്തൊക്കെ കേൾക്കണ്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇറങ്ങിപ്പോയാ.
ആ അത് തന്നെ. നിനക്ക് നാണോമാനം ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഈ തല്ലും ചീത്തകളെയൊക്കെ കെട്ടി ഇവിടെ തന്നെ കിടക്കണേ. അപ്പൊ ഇത് എനിക്ക് തൊട്ട് തന്നെ തിരിച്ച്. ഹലോ, കൂടുതൽ ചിരിക്കണ്ട. നാണോമാനത്തിന്റെ കാര്യത്തിൽ നിങ്ങളും ബെസ്റ്റാ. അച്ഛാ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നു. ആ കുട്ടിയുടെ വീട്ടുകാർ ഇവിടെ പോലീസിനെ വിളിച്ചിട്ട് വരുന്നതിനെ പറഞ്ഞ്, എന്നിട്ട് 3 എണ്ണം എൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അത് മക്കളെ അമ്മയോട് പറയാഞ്ഞേ. എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ അറിയിക്കണം. സ്വയം തീരുമാനം എടുക്കാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല കേട്ടോ. സോറി അമ്മ, ഞാൻ പേടിച്ചിട്ടാ പറയാഞ്ഞേ. എന്ത് പേടി ഡീ? എന്തെങ്കിലും വിഷയം കണ്ടിട്ടുണ്ടെങ്കിൽ പാരൻസിനോട് ആദ്യം പറയേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിഷയമാകുത് കേട്ടാ. ഇനി എന്തെങ്കിലും കാര്യം എന്നോട് മറച്ചു വെച്ച് നോക്ക്, നല്ല അടി കിട്ടും 3 എണ്ണത്തിലും. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഒറ്റ സെക്കൻഡേ. കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടി. എന്തോന്ന്? ഐ ലവ് യു ശിവക്കുട്ടി ബൈ നിരഞ്ജൻ വിത്ത് ലവ്. എന്തോന്നത്? ഇത് ഡ്രോയിങ് ക്ലാസ്സിൽ നിരഞ്ജൻ നിന്നതാ. അവൻ പറയാ അവൻ എൻ്റെ അടുത്ത് ലവ് ആണത്ര. അവരിന്ന് ഡ്രോയിങ് ക്ലാസ് വെച്ച് തന്ന സാധനം. എടി, അവൻ തന്ന സാധനം നീ ഇത്രയും നേരമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നാ? ചുമ്മാ വെറുതെ വെറുതെ ഒന്നും അല്ല. കണ്ടേനെ കളിയാക്കണേ. ഇത് ഞാൻ ഈ വീട്ടിൽ സത്യം പറഞ്ഞാലോ കുഴപ്പം. അത് തന്നെ കൊച്ചു കള്ളി. അമ്മ എനിക്കിഷ്ടം നിരഞ്ജനൊന്നല്ല. പിന്നാരെ? എനിക്ക് അർജുനെ ഇഷ്ടം. നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ കളിയാക്കണേ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇഷ്ടങ്ങളൊന്നും അല്ല, അത് വേറെ ഇഷ്ടം.